ദൈവം നിങ്ങളെ വിളിച്ചു എന്ന് ഉറപ്പുണ്ടോ? നിങ്ങളൊരു ദൈവപൈതലാണോ? നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ? ഒരിക്കലും വിളിച്ച കർത്താവ് നിങ്ങളെ ചതിക്കില്ല. നിങ്ങളുടെ യാത്ര പകുതി വഴിക്ക് അവൻ തീർക്കില്ല. അക്കരയ്ക്കെത്തിക്കും എന്ന് പറഞ്ഞവൻ ഒരു ദൗത്യത്തിനായി പുറപ്പെട്ടെങ്കിൽ, ഒരു ദൗത്യത്തിനായി വിളിച്ചെങ്കിൽ, ഒരു നിയോഗമേൽപ്പിച്ചെങ്കിൽ അത് പകുതി വഴിക്ക് തീർത്തു കളയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വിളിച്ച വിളിയുടെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് എന്ന ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചു. തേരഹിന്റെ പുത്രനായ അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് വഴിയോര കച്ചവടക്കാരനായ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി വിറ്റ് ഉപജീവനം കഴിച്ചിരുന്ന ഈ മനുഷ്യനെ ദൈവം വിളിച്ചു, തൻ്റെതാക്കി മാറ്റി. എന്നിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു, അബ്രഹാമേ, നിന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക. ഒരിക്കലും ആ ദേശം ഏത് എന്ന് ദൈവം വെളിപ്പെടുത്തിയില്ല. കാണിക്കാനിരിക്കുന്ന ദേശം നീ കണ്ടിട്ടുള്ള ദേശമല്ല. അവിടെ ചെന്നാലേ നിനക്കത് കാണാൻ പറ്റുള്ളൂ. ദേശം ഏതെന്ന് ഞാൻ വ്യക്തമാക്കുന്നില്ല. പക്ഷേ നീ എഴുന്നേൽക്ക, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര ചെയ്യുക. ഒരുപാട് ദേശങ്ങളെ കുറിച്ച് അബ്രഹാം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക കാണിക്കാൻ പോകുന്ന ദേശം. എങ്ങനെ പറയും? ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടൊന്ന് ചിന്തിച്ചേ. ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് ദൈവം എന്നെ ഒരു സ്ഥലം കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് വണ്ടി വിടൂ എന്ന് പറഞ്ഞാൽ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ അവിടെ ഇറക്കി വിടും. നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും. ഒരു ബസ്സിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് എവിടെയാ പോകണ്ടേന്ന് കണ്ടക്ടർ ചോദിക്കുമ്പോൾ, ടിക്കറ്റ് എടുക്കാൻ ചോദിക്കുമ്പോൾ, അത് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോവാൻ, അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ അപ്പോഴേ അവർക്ക് ചിലതൊക്കെ പിടികിട്ടും. പ്രൈസ് ഗോഡ്. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ഡെസ്റ്റിനിയെ കുറിച്ച് ഒരു പൂർണ്ണമായ ഉറപ്പുണ്ടാകണം. അബ്രഹാമിന് അറിയില്ല എന്ത് എന്ന്. ആ യാത്രയുടെ ഉദ്ദേശവും പദ്ധതിയും തനിക്കറിയില്ല. പക്ഷെ ദൈവം പറഞ്ഞു, അബ്രഹാമേ, നിന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. വിശ്വാസത്തോടെ അബ്രഹാം ചുവടുവെച്ചു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരെ, വഴിത്തലയ്ക്കൽ നിൽക്കുന്നവർ നിന്നെ പരിഹസിച്ചാലും, നിന്റെ യാത്ര എവിടേക്കെന്ന് ചോദിക്കുമ്പോൾ ആ യാത്രയ്ക്ക് ഒരു അർത്ഥമില്ല, ഇത് അർത്ഥശൂന്യമായ ഒരു യാത്രയാണെന്ന് വിമർശിച്ചാലും, ഞാൻ ഉറപ്പായും പറയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. ആ കർത്താവ് തൻ്റെ പ്രവൃത്തി നിങ്ങളിൽ നിവർത്തിച്ചിരിക്കും. നിങ്ങളെ വിളിച്ച വിളിക്ക്, ഈ യാത്രയ്ക്ക് ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു ഫിനിഷിംഗ് പോയിന്റിൽ ഉണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന, അതിനെ ഫിനിഷിംഗിൽ എത്തിക്കുന്ന ആ നല്ല കർത്താവ് നിങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ ക്രിസ്തുവിൽ ഉറപ്പിക്കുക, നിങ്ങളെ വിളിച്ചവനിൽ ഉറപ്പിക്കുക. ഈ രാത്രിയിൽ വാത്സല്യ സഹോദരങ്ങളെ, ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാനായി യേശു കർത്താവ് വിളിച്ചു. ഞാൻ വളരെ ചിന്തിക്കേണ്ടതായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് പറയട്ടെ. അവൻ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. അഭിപ്രായങ്ങളൊന്നുമില്ല. കർത്താവെ, എവിടേക്കാണ് ഈ യാത്ര? എങ്ങോട്ട് പോവുകയാണ്? എന്താണ് അവിടെ ചെന്നിട്ട് അടുത്ത പ്രോഗ്രാം എന്നാ? നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമുക്ക് ഇന്നേ അറിയണം അടുത്ത മാസം എന്നാ നടക്കുകയെന്ന്. നമുക്കിപ്പോ അറിയണം അടുത്ത ദിവസങ്ങളിൽ എന്നൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷേ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു ദൈവമക്കളെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ജീവിതത്തിൽ ഒരു വിടുതൽ വൈകുന്നെങ്കിൽ അതിന്റെ അർത്ഥം ആ വിടുതലിന്റെ വലിപ്പം വലുതാണ് എന്നുള്ളതാണ്. ജീവിതത്തിൽ ഏതെങ്കിലും വിഷയം ഡിലേ ആകുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഏറ്റവും നല്ലതൊന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. കർത്താവ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതൊന്ന് ഒരുക്കുകയാണ്. ഒരു കുടില് കെട്ടാൻ 3 ദിവസം മതിയെങ്കിൽ ഒരു വലിയ ബിൽഡിംഗ് പണിയാൻ 3 വർഷം എടുത്തേക്കാം. എന്തെങ്കിലും ഡിലേ ആകുന്നെങ്കിൽ, എന്തെങ്കിലും വൈകുന്നെങ്കിൽ, എൻ്റെ കർത്താവ് എനിക്കായി ഏറ്റവും നല്ലതൊന്ന് ഒരുക്കുന്നു എന്ന പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഒരു സാഹചര്യങ്ങളുടെ നടുവിലും നിങ്ങൾ നിരാശപ്പെട്ടു പോകല്ലേ. നിങ്ങൾ നിരാശപ്പെട്ടു പോകുന്നത് കാണാൻ പിശാച് ആഗ്രഹിക്കുന്നു. നിങ്ങളെ നിരാശപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നു.
നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുവാനും വിശ്വാസ ജീവിതം തകരുവാനും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഇല്ലാതാകാനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾ അകലുവാനും സാത്താൻ എല്ലാ കാലവും കൊതിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സന്ദേശം പോലും അതിന്റെ മുമ്പിലത്തെ ഞായറാഴ്ച സന്ദേശം എല്ലാം ആ വിഷയത്തോടുള്ള ബന്ധത്തിലായിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയുക, ഒരു കാര്യം മനസ്സിലങ്ങ് ഉറപ്പിച്ചോണം: എന്നെ വിളിച്ച എന്റെ കർത്താവ് എന്നെ ചതിക്കില്ല. ഒരിക്കലും എന്റെ കർത്താവ് എന്നെ വഞ്ചിക്കില്ല. മനുഷ്യരെന്നെ വഞ്ചിച്ചു കാണാം, സഹോദരങ്ങൾ എന്നെ വഞ്ചിച്ചു കാണാം, കുടുംബക്കാരെന്നെ വഞ്ചിച്ചു കാണാം, ഭാര്യയോ ഭർത്താവോ മക്കളോ എന്നെ വഞ്ചിച്ചു കാണാം. ഹല്ലേലൂയ! ഈ ഭൂമിയിലെ പലരും നിങ്ങളെ വഞ്ചിച്ചു കാണാം. പക്ഷെ ദൈവം ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കില്ല. അവൻ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല. നിങ്ങളെ വിളിച്ച, എന്നെ വിളിച്ച ഈ കർത്താവ് അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. അവൻ വാക്ക് മാറാത്ത ദൈവമാണ്. ആകാശവും ഭൂമിയും മാറിയാലും അവന്റെ വാക്കുകൾ, വാഗ്ദത്തങ്ങൾ മാറിപ്പോകത്തില്ല. അത് വിശ്വസിക്കുന്നവർ ഒരാമീൻ പറയാമോ? ആമേൻ. ശ്രദ്ധിക്കാം. അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. ഉടനെ അക്കരയ്ക്ക് പോകാനായി ശിഷ്യന്മാർ എന്ത് ചെയ്തു? പ്രധാനമായും അവർ ചെയ്തത് 36-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ പുരുഷാരത്തെ വിട്ടു. അക്കരയ്ക്ക് പോകുവാൻ വിളിക്കപ്പെട്ടവർ, നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടവർ, സിയോനിലേക്ക് പോകുവാൻ വിളിക്കപ്പെട്ടവർ, സ്വർഗത്തിലേക്ക് പോകുവാൻ വിളിക്കപ്പെട്ടവർ ഈ സന്ദേശം ശ്രദ്ധിക്കണം. ചിലതിനെ വിടാതെ ചിലതിലെത്താൻ കഴിയില്ല. ചിലത് ഉപേക്ഷിക്കാതെ ചിലത് സ്വീകരിക്കാൻ കഴിയില്ല. പുതിയ വീഞ്ഞ് പകരാൻ പഴയ തുരുത്തിയിൽ പറ്റില്ല. പഴയ തുരുത്തിയിലുള്ളത് മാറ്റി തുരുത്തി ചേഞ്ച് ചെയ്ത് പുതിയ തുരുത്തിയിൽ മാത്രമേ പുതിയ വീഞ്ഞ് പകരാൻ കഴിയുകയുള്ളൂ. പുരുഷാരത്തെ വിടാതെ, നിങ്ങളുടെ ആ കമ്പനിയും കംഫർട്ട് സോണും വിടാതെ ഒരിക്കലും ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. എനിക്ക് പുരുഷാരവും വേണം, ആ കടൽക്കരയും വേണം, ആ കമ്പനിയും വേണം, അക്കരയ്ക്കും പോകണം. നടക്കത്തില്ല. ഏതെങ്കിലും ഒന്നേ നടക്കത്തുള്ളൂ. എപ്പോഴും ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിലെത്തുവാൻ, ദൈവത്തിന്റെ പദ്ധതികളിൽ എത്തിച്ചേരുവാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ അവയെ വിട്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അശുദ്ധമായതിനെ വിടാൻ തയ്യാറായാൽ മാത്രമേ വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയൂ. പാപത്തോട് ബൈ ബൈ പറയാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ദൈവകൃപയിൽ നമുക്ക് മുന്നേറാൻ കഴിയത്തുള്ളൂ. ജീവനുള്ള ഏക സത്യ നിത്യ ദൈവമായ യേശുക്രിസ്തുവിനെ സേവിക്കാനും അനുഗമിക്കുവാനും ആരാധിക്കുവാനും നിങ്ങൾക്ക് കഴിയണമെങ്കിൽ അതല്ലാത്തതിനെയൊക്കെ വിടുവാൻ നിങ്ങൾക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ! അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ കഴിയത്തില്ല. ഒന്നിനെ വെറുത്താൽ മാത്രമേ മറ്റൊന്നിനെ സ്നേഹിക്കാൻ കഴിയൂ. മറ്റൊന്നിനെ സ്നേഹിച്ചാൽ മാത്രമേ അതിനെ വെറുക്കാൻ കഴിയൂ. ഇന്ന് രാത്രിയിൽ എത്ര പേർ ഈ തീരുമാനമെടുക്കും? ഞാൻ പിടിച്ചു നിൽക്കുന്ന, എന്റെ ചുറ്റും നിൽക്കുന്ന ദൈവഹിതമില്ലാത്ത പലതിനെയും വിട്ടുകൊണ്ട് ജീവിതം എന്ന പടക് കർത്താവിന്റെ വാക്കിൻ പ്രകാരം എടുത്തുകൊണ്ട് എന്റെ ദൈവം എന്നോട് പറയുന്ന ദിശയിലേക്ക് ഇന്ന് രാത്രി ഞാൻ യാത്ര ചെയ്യുവാൻ തീരുമാനിക്കുന്നു എന്നൊരൊറ്റ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ എടുത്താൽ ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, ആ യാത്ര അക്കരയ്ക്കുള്ള യാത്രയായിരിക്കും. ആ യാത്ര ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായിരിക്കും. ആ യാത്രയുടെ പിറകിൽ വലിയൊരു ദൈവ പ്രവൃത്തിയും ദൈവിക പദ്ധതിയും ഉണ്ടാകും. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. എന്റെ മുമ്പിൽ എനിക്ക് ജനക്കൂട്ടത്തെ ഒന്നും കാണാനില്ല. ഒരു ക്യാമറ മാത്രമേ കാണാനുള്ളൂ. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സഹോദരനെ മാത്രമേ കാണാനുള്ളൂ. പക്ഷേ ആയിരക്കണക്കിന് ജനങ്ങളെ ഞാൻ കണ്ടുകൊണ്ട്, ഈ സർവീസിൽ എന്നെ കേൾക്കുന്ന കാണുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ കണ്ടുകൊണ്ട് സ്നേഹത്തോടെ ഒരു അനുജൻ എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് അക്കരയ്ക്ക് എത്തണമെന്ന്? നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, നമ്പർ 1, വിടേണ്ടതിനെ വിടണം, എടുക്കേണ്ടതിനെ എടുക്കണം. പ്രധാനപ്പെട്ട ഒരു കാര്യം, പടകിൽ യേശു കയറണം. സ്റ്റെപ്പ് നമ്പർ 1,
സ്റ്റെപ്പ് നമ്പർ 1 റിപ്പന്റൻസ്, മാനസാന്തരം. അതാണ് ഈ മാനസാന്തരം എന്നുള്ളതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞേ. വിടേണ്ട പുരുഷാരത്തെ വിടേണ്ടതിനെ വിട്ടുകളയണം, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണം. ദാറ്റ് ഈസ് റിപ്പന്റൻസ്. ഒന്നാമത്തെ സ്റ്റെപ്പ് പടക അക്കരയ്ക്കെത്താൻ. കേൾക്കുന്നുണ്ടോ? പടക അക്കരയ്ക്കെത്താൻ ഒന്നാമത്തെ സ്റ്റെപ്പ് വിടേണ്ടതിനെ വിടണം, മാനസാന്തരപ്പെടണം. 2, പടകിനകത്ത് യേശു കയറണം. പടക് നിങ്ങളുടെ ജീവിതമാ. നിങ്ങളാ പടകിൽ യേശു കയറണം. അതാണ് രക്ഷ. നിന്റെ ആത്മാവിലേക്ക്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് യേശു കർത്താവ് കടന്നു വരണം, രക്ഷിക്കപ്പെടണം. 3, പടക് തള്ളി വെള്ളത്തിൽ ഇറക്കണം. അതാണ് സ്നാനം. പടക് വെള്ളത്തിലിറക്കണം. പടക് വെള്ളത്തിലിറങ്ങാതെ അക്കരയ്ക്ക് എത്തൂല. പിണങ്ങല്ലേ? പിണങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഒരിക്കലും ഇന്റർനെറ്റ് വഴി നീന്തൽ പഠിക്കാൻ പറ്റുകയില്ല. ഒരിക്കലും, സ്തോത്രം, പടക് വെള്ളത്തിലിറങ്ങാതെ അക്കരയ്ക്ക് എത്തൂല. അക്കരയ്ക്ക് എത്തില്ല. പടക് അക്കരയ്ക്ക് എത്തണോ? വെള്ളത്തിലിറങ്ങിയേ പറ്റുള്ളൂ. സ്റ്റെപ്പ് ശ്രദ്ധിച്ചോ? നമ്പർ 1 വിടേണ്ടതിനെ വിടുക, മാനസാന്തരപ്പെടുക. 2, പടകിൽ യേശു കയറുക, രക്ഷിക്കപ്പെടുക. ജീവിതത്തിലേക്ക് യേശു വരുന്നു, രക്ഷയുടെ അനുഭവം. 3, പടക് തള്ളി വെള്ളത്തിലിറക്കുക. വെള്ളത്തിൽ പടക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ഇറങ്ങിയ മൂവ്മെന്റ് തൊട്ടാണ് യാത്ര ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നത്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിന്റെ മരണത്തിലും ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലും ഏകീഭവിക്കുന്ന ദൈവിക കൽപ്പനയാണ് വിശ്വാസ സ്നാനം. വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നതോടുകൂടെ ക്രിസ്തീയ കൂദാശ അവസാനിക്കുകയല്ല. വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നതോടുകൂടെ എല്ലാം പൂർണ്ണതയിലേക്കും പൂർത്തീകരണത്തിലേക്കും വരികയല്ല. അതേ റോമർ 6-ൽ പൗലോസ് പറയുന്നുണ്ട്, വിശ്വാസ സ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ആരംഭിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ജീവിതം, ഒരു ന്യൂ ലൈഫ് നമ്മളിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വള്ളം വെള്ളത്തിലിറങ്ങി കഴിയുന്നതോടുകൂടെ ഇതാ അക്കരയ്ക്കുള്ള പ്രയാണം, യാത്ര ആരംഭിക്കുന്നു. പാസ്റ്ററെ, വള്ളം വെള്ളത്തിലിറക്കാതെ അക്കരയ്ക്ക് എത്തൂലേ? ഇന്ന് വരെ ഒറ്റ വള്ളവും വെള്ളത്തിലിറക്കാതെ അക്കരയ്ക്ക് എത്തിയിട്ടില്ല കുഞ്ഞെ. അതുകൊണ്ട് ഈ പടക് വെള്ളത്തിലിറങ്ങിയെങ്കിൽ മാത്രമേ അക്കരയ്ക്ക് എത്തുകയുള്ളൂ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിങ്ങൾ ഏത് തിയോളജിയാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, നിങ്ങളെ ആരാ എന്തൊക്കെ പഠിപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മാനസാന്തരം ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയാണ്. രക്ഷാനിർണയം ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. ആമീൻ. വിശ്വാസ സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്തും സ്വർഗത്തിലോട്ട് കയറിപ്പോകാൻ തുടങ്ങുമ്പോഴും ശിഷ്യഗണങ്ങളെ റിമൈൻഡ് ചെയ്ത, ഓർമ്മിപ്പിച്ചുണർത്തിയ ഒരു കാര്യമാണ്, നിങ്ങൾ പുറപ്പെട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം സകല ജാതികളെയും ഉപദേശിക്കുക. രണ്ടാമതായി പറയുന്നു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കുക. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രയിൽ നിങ്ങളുടെ പടക് അക്കരയ്ക്കെത്തണമെങ്കിൽ 1, പുരുഷാരത്തെ വിടാതെ, കരയിൽ നിന്ന് തള്ളി നീക്കാതെ, അകലം പാലിക്കാതെ സാധ്യമല്ല. 2, ക്രിസ്തു പടകിൽ കയറാതെ, രക്ഷാനിർണയം പ്രാപിക്കാതെ അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. 3, പടക് വെള്ളത്തിലിറക്കാതെ, ഒരിക്കലും ദൈവകൽപ്പനയായ വിശ്വാസ സ്നാനം സ്വീകരിക്കാതെ നിത്യതയിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് പോകാൻ നേരവും പോകുന്ന സമയത്തും യേശു കർത്താവ് പറഞ്ഞിട്ട് പോയത്, നിങ്ങൾ എല്ലാവരോടും ഞാൻ പഠിപ്പിച്ച കാര്യം പഠിപ്പിക്കണം. വിശ്വസിക്കുന്നവരെ നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഈ വീട്ടിൽ നിന്ന് അപ്പനോ അമ്മയോ കുറച്ചു ദിവസത്തേക്ക് ദൂരത്തേക്ക് പോകുമ്പോൾ ആർക്കാണോ ആ വീട്ടിൽ ഉത്തരവാദിത്തമുള്ളത്, ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണോ വീട്ടിലുള്ളത്, അവരോട് ഈ യാത്ര പോകുന്ന ആള് പറയും, മക്കളെ അതൊന്ന് ശ്രദ്ധിച്ചോണേ, അതാ കതക് തുറന്നിടല്ലേ, മറ്റേ അത് ഓഫ് ചെയ്തിട്ടേക്കണേ. ഇങ്ങനെ വളരെ ആ വീട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, പല പല കാര്യങ്ങൾ അവിടെ ഉണ്ട്.
പക്ഷെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട് അവിടെ നിൽക്കുന്ന വ്യക്തിയോട് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുപോലെ യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്തും സ്വർഗത്തിലേക്ക് പോകാൻ എടുക്കപ്പെടുന്ന സമയത്തും നിങ്ങൾ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുകയും സുവിശേഷം അറിയിക്കുകയും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പോയത്. അത് കർത്താവ് ഇത്ര സീരിയസ് ആയി പറഞ്ഞെങ്കിൽ യേശു പറഞ്ഞ ആ വാക്കിനെയും ഞങ്ങൾ വളരെ ഗൗരവത്തോടെ കാണുന്നു. പടക് വെള്ളത്തിലിറക്കാതെ അക്കരയ്ക്കെത്തില്ല. അപ്പൊ 1, പുരുഷാരത്തെ വിടുക, കരയിൽ നിന്ന് പടക് തള്ളിയിറക്കുക. 2, പടകിൽ യേശുവിന് കയറുവാൻ അവസരം കൊടുക്കുക, അല്ലെങ്കിൽ കർത്താവിനെ നിങ്ങളുടെ ജീവിതം എന്ന പടകിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. 3, ആ പടകിനെ നിങ്ങൾ വെള്ളത്തിലിറക്കുക. 4, വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞേച്ചും വള്ളവുമായി വെള്ളത്തിലിറങ്ങി ക്രിസ്തുവിനോടൊപ്പം അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന കൂടപ്പിറപ്പേ, സഹോദര സഹോദരി, ദൈവത്തിന്റെ പൈതലേ, എപ്പോൾ വള്ളം വെള്ളത്തിലിറക്കുന്നോ അപ്പോൾ മുതൽ നിങ്ങൾ വളരെ അറ്റൻഷൻ ആയിരിക്കണം, അലർട്ടായിരിക്കണം. സർവോപരി നിന്റെ കൈ ചലിച്ചുകൊണ്ടേയിരിക്കണം. വള്ളം വെള്ളത്തിലിറക്കിയിട്ട് കുറച്ചു നേരം തുഴഞ്ഞിട്ട് നടുകടലിലെത്തിയപ്പോ ഇനിയിപ്പോ ഇത്രയൊക്കെയായി 10-15 വർഷമായി ഞാൻ വിശ്വാസി വന്നിട്ട് ഇനിയിപ്പോ എനിക്ക് ആരാധിക്കാനൊന്നും മേലാന്ന് പറഞ്ഞ് കൈ കെട്ടിയിരുന്ന വെള്ളം കുടിച്ച് ഊപ്പാട് വരും. ഒരു സംശയം വേണ്ട, അക്കരയ്ക്ക് എത്തുന്നത് വരെയും തുഴഞ്ഞേ പറ്റുള്ളൂ. ഈ വള്ളം കരയ്ക്കടുക്കുന്നത് വരെയും തുഴഞ്ഞേ പറ്റുള്ളൂ. പകുതി വഴിക്ക് എവിടെങ്കിലും ഇതിനെ ഉദാസീനമായി കണ്ടാൽ, ഇതിനെ സീരിയസ്നെസ് ഇല്ലാതെ കണ്ടാൽ, കുറെ ദിവസമായി, മാസങ്ങളായി, വർഷങ്ങളായി ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ടെന്ന് കരുതി പതുക്കെ സ്തോത്രം ആ ഉത്സാഹമൊക്കെ കുറഞ്ഞു പോയാൽ തിരകൾ അടിച്ചു മറിയും. ഇവിടെ അടുത്തൊരു സംഭവത്തിലേക്ക് ഞാൻ വരികയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ ഒരു ചിന്തയായിട്ട്, ഏത് വ്യക്തിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ചിന്തയായിട്ട് ഞാൻ പറഞ്ഞു, ജീവിതം എന്ന പടക് അക്കരയ്ക്കെത്തണമെങ്കിൽ 1, പുരുഷാരത്തെ, ലോകത്തെ വിടുക, മനസാന്തരപ്പെടുക. 2, പടകിൽ യേശുവിനെ ക്ഷണിക്കുക, കയറ്റുക. നിന്റെ ആത്മാവിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുക. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും, നിന്നോടുകൂടെ അത്താഴം കഴിക്കും എന്ന് പറഞ്ഞ കർത്താവിനെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക, രക്ഷിക്കപ്പെടുക. 3, പടക് വെള്ളത്തിലേക്ക് ഇറക്കുക. ആ വെള്ളത്തിലിറങ്ങി മൂവ് ചെയ്യുന്ന സമയം മുതലാണ് യഥാർത്ഥമായ യാത്ര ആരംഭിക്കുന്നത്. ദൈവകൽപ്പന അനുസരിക്കുക. 4, ആ പടക് അക്കരയ്ക്ക് എത്തുന്നത് വരെയും, അക്കരയ്ക്ക് യാത്ര പുറപ്പെട്ട വ്യക്തിത്വങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരും അവരുടെ കരം ചലിപ്പിക്കുന്നവരും വളരെയധികം ഉത്സാഹമുള്ളവരും ആയിരിക്കുക. പടക് കരയ്ക്കടുക്കുന്നത് വരെയും അക്കരയ്ക്ക് എത്തുന്നത് വരെയും അത് തുടർന്നുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്നാൽ വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നു, ഈ യാത്രയുടെ പകുതി വഴിയിൽ ശിഷ്യഗണങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയ കൊടുങ്കാറ്റടിച്ചു. വാക്യം 37. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറിയത് കൊണ്ട് അത് മുങ്ങുമാറായി. വിളിക്കാത്ത അതിഥിയെ പോലെ വള്ളത്തിനകത്ത് വെള്ളം തള്ളിക്കയറി അത് മുങ്ങാറായി. വേദപുസ്തകം പറയുന്നു, അവൻ അമരത്ത് തലേണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ വള്ളത്തിന്റെ അമരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസും കൂടുള്ളവരും അവർ റോമിലേക്ക് പുറപ്പെട്ട വള്ളം അല്ലെങ്കിൽ ഷിപ്പ്, നമുക്കറിയാം, കൊടുങ്കാറ്റടിച്ച്, ഈശാനമൂലനടിച്ച്, വല്ലാത്ത കാറ്റുകൾ അടിച്ച് ആ പടക് തകർന്ന്, അല്ലെങ്കിൽ അവരുടെ ഷിപ്പ് തകർന്ന് അവരൊടുവിൽ മെലീത്തയിൽ, മാൾട്ടയിലെത്തി. അവിടെ ആ ഭാഗം വായിക്കുമ്പോൾ ഒരു പദം എഴുതിയിട്ടുണ്ട്, അവരുടെ ഷിപ്പിന്റെ അമരം
തകർന്നുപോയി എന്ന്. അമരം തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വള്ളത്തിന് നിലനിൽപ്പില്ല. ആ വള്ളത്തിന്റെ തലയെടുപ്പെന്ന് പറയുന്നത് അതിന്റെ അമരമാണ്. ആ വള്ളത്തിന് ഊക്ക് നൽകുന്നത്, ദിശാബോധം നൽകുന്നത് അതിന്റെ അമരമാണ്. അമരം ശക്തമായി ബലത്തോടെ നിന്നാൽ ആ വള്ളം കാണാനും ഭയങ്കര കേമമായിരിക്കും, അത് ശക്തമായിട്ട് മുൻപോട്ട് പോകും. ആ വള്ളത്തിന്റെ ഹൃദയഭാഗത്തെ ഏറ്റവും പ്രധാന ഭാഗത്താണ് യേശു കർത്താവ് കയറിക്കിടന്നത്. അമരത്ത് അവൻ തലയണ വെച്ച് ഉറങ്ങി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതിനകത്തുനിന്ന് ഒരുപാട് ആശയങ്ങൾ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം എന്ന് പറയുന്നത്, ആ വള്ളത്തിന്റെ ഏറ്റവും ഹൃദയഭാഗത്ത് പ്രധാനപ്പെട്ട അമരത്ത് ക്രിസ്തു ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത്, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മേഖലകളിൽ യേശു കർത്താവിന് നിങ്ങൾ ഇടം കൊടുത്തിട്ടുണ്ടോ? ഒരു ദിവസത്തിന് 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിൽ രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നതായ ആ പ്രഭാത സമയം, വളരെ ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് വളരെ ഫ്രഷ് ആയിട്ട് വരുന്ന ഒരു സമയം, ആ സമയം നിങ്ങൾ കർത്താവിന് കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ടയേർഡൊന്നും അല്ലാത്ത, വലിയ ക്ഷീണവും പ്രയാസമൊന്നും ഇല്ലാത്ത, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയം വചനധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും നിങ്ങൾ കൊടുക്കാറുണ്ടോ? പലപ്പോഴും യേശു ക്രിസ്തുവിന്, ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന, പലരും കൊടുക്കുന്ന സ്ഥലം പ്രധാനപ്പെട്ട സ്ഥലമല്ല കൊടുക്കുന്നത്. ഭക്ഷണം എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഉറക്കം വന്ന് വല്ലാതെ അസ്വസ്ഥപ്പെട്ട് കിടന്ന ഇപ്പൊ ഉറങ്ങും എന്ന പരുവമാകുമ്പോൾ ഒരു സ്തോത്രമൊക്കെ വിളിച്ച്, ഇന്ന് പ്രാർത്ഥിച്ചില്ലേ കർത്താവിന് എന്നാ തോന്നും എന്നുള്ള ചിന്തയിൽ പ്രാർത്ഥിച്ച് കിടക്കുന്നവർ പലരുമുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, വള്ളത്തിന്റെ അമരത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ, പ്രധാന സ്ഥലത്ത് കർത്താവ് ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവം തരുന്ന സമയത്തിന്റെ ഏറ്റവും നല്ല സമയങ്ങൾ നിങ്ങൾ കർത്താവിന് കൊടുക്കുന്നെങ്കിൽ, വീണ്ടും ഞാൻ പറയുന്നു, ദൈവം തന്ന നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും നല്ല കാലങ്ങൾ, നല്ല സമയങ്ങൾ യേശുവിന് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പല ആൾക്കാരും മരിക്കാറാകുമ്പോഴാ ഇനി രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, ദൈവവേല ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നേ. ഹല്ലേലൂയ. അങ്ങനെയല്ല. 3 മക്കളുണ്ടെങ്കിൽ പലപ്പോഴും ഏറ്റവും പഠിക്കാൻ ബുദ്ധിയില്ലാത്തതും വലിയ കഴിവില്ലാത്തതിനെയൊക്കെയാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. നല്ലതെല്ലാം എഞ്ചിനീയറും IPSകാരും ഒക്കെ ആയി പോകണമെന്ന് അവരുടെ ആഗ്രഹം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, പടകിന്റെ അമരത്ത് ക്രിസ്തു ഉണ്ടായിരുന്നു. അതുകൊണ്ട് തിരയടിച്ചു, നല്ല കടലിലെ വെള്ളം അടിച്ച് പതഞ്ഞ് ആ പത തലമുടി മുതൽ പാദം വരെ ഒഴുകിയിട്ടും ഉണരാതെ തലയണ വെച്ച് ഉറങ്ങുന്ന കർത്താവിനെ നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ? ശിഷ്യന്മാർ ആദി പിടിച്ച് അലറി വിളിച്ച് കരയുകയാണ്. അവര് പറയുകയാണ്, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്കൊരു വിചാരവും ഇല്ലയോ? അതിന്റെ അർത്ഥം, സന്ധ്യയാമത്തിങ്കൽ കൂട്ടുകാരുടെ കൂടെ, പുരുഷാരത്തിന്റെ കൂടെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ, വളരെ കാമാൻ കോയറ്റായിട്ടിരുന്ന ഞങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ സമയത്ത് എഴുന്നേൽക്ക, വള്ളം എടുക്കുക, അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിറക്കി മുൻപോട്ട് കൊണ്ടുപോയി. ഈ നടുകടലിന്റെ നടുക്കെത്തിയിട്ട് വിളിച്ചിറക്കിയ കർത്താവേ, ഇതിന്റെ നടുക്ക് കൊണ്ടിട്ട് കൊല്ലാനാണോ ഞങ്ങളെ വിളിച്ചതെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു വിളിയാണ് ശിഷ്യന്മാർ വിളിച്ചത്. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിന്റെ 55-ാം അധ്യായത്തിൽ പ്രവാചകനായ യെശയ്യാവ് പറയുന്ന ഒരു ദൈവികമായ സന്ദേശമുണ്ട്. യെശയ്യാവിനോട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ, യെശയ്യാ 55-ന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മനുഷ്യൻ എപ്പോഴും മനുഷ്യനെ കുറിച്ച് വിചാരപ്പെടുന്നു. നിങ്ങൾ എപ്പോഴും നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുന്നു. മനുഷ്യൻ എപ്പോഴും മനുഷ്യനെ കുറിച്ച് വിചാരപ്പെടുന്നവരാണ്. പക്ഷെ ദൈവം ഒരിക്കലും ദൈവത്തെക്കുറിച്ച് വിചാരപ്പെടുന്നില്ല. ദൈവം ഒരിക്കലും തന്നെ കുറിച്ച് വിചാരപ്പെടുന്നില്ല. എന്നാൽ ദൈവം എല്ലാ കാലത്തും എല്ലാ സമയത്തും തന്റെ സൃഷ്ടിയായ
തന്റെ ജനമായ മനുഷ്യനെ കുറിച്ച് അവൻ വിചാരപ്പെടുന്ന ദൈവമാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ആ ആകാശം എന്ന് ഉദ്ദേശിക്കുന്നത് മലയാളത്തിലാണ് ആകാശം എന്ന് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ ഫോർ ആസ് ദ ഹെവൻ ആർ ഹയർ ദാൻ ദ എർത്ത്, ആകാശം എന്നുള്ളിടത്ത് കറക്റ്റ് ട്രാൻസ്ലേഷൻ ഹെവൻ എന്ന പദമാണ്. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ആ വ്യത്യാസം പോലെയാണ് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള വിചാരവും ദൈവം നിങ്ങൾക്കായി വെച്ചിരിക്കുന്ന വഴികളും. നമുക്കറിയാം, ഒരു വിമാനം, ഒരു ഫ്ലൈറ്റ് എത്ര അടി ഉയരത്തിലാണ് പറക്കുന്നതെന്ന് ആ വിമാനത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ ടെലിവിഷനിൽ ആ സ്ക്രീനിൽ എഴുതി കാണിക്കും, അവർ അനൗൺസ് ചെയ്യും. ഒരു പാരച്യൂട്ടിൽ ഒരു മനുഷ്യൻ ചാടിയാൽ എത്ര ഹൈറ്റിൽ നിന്ന് ചാടി പറന്നു എന്ന് ആ കറക്റ്റ് സാധനം അവന്റെ മീറ്ററിൽ അത് കാണിക്കും. ഒരു വലിയ മൗണ്ടന്റെ, എവറസ്റ്റിന് എത്ര ഉയരമുണ്ട്, ആ പർവ്വതത്തിന് എത്ര അടി നീളമുണ്ട്, ഉയരമുണ്ടെന്നുള്ളത് വളരെ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യമാണ്. പക്ഷേ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതെത്ര നീളമുണ്ട്, എത്ര ഉയരമുണ്ട് എന്നുള്ളത് ഈ ലോകത്തിലെ ഒരു മനുഷ്യനും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലാത്ത, ഒരു ഗൂഗിളിലും സെർച്ച് ചെയ്താൽ കിട്ടാത്തൊരു സാധനമാണ്. ദൈവത്തിന് തന്റെ മക്കളെ കുറിച്ചുള്ള വിചാരത്തിന്റെ വലിപ്പം അതാണ്. ഓ, താങ്ക് യു ലോർഡ് ജീസസ്. ദൈവത്തിന് തന്റെ ജനത്തെ കുറിച്ചുള്ള വിചാരത്തിന്റെ വലിപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്തതാണ്. ദൈവത്തിന് തന്റെ ജനത്തെ കുറിച്ചുള്ള വഴികൾ ഈ ലോകത്തിലെ ഒരു സെർച്ച് എഞ്ചിനുകൾക്കും കണ്ടുപിടിച്ചു തരുവാൻ കഴിയാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ശിഷ്യഗണങ്ങൾ, നാഥ, ഞങ്ങളെ കുറിച്ച് നിനക്ക് വിചാരമില്ലേ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് തന്റെ മനസ്സിൽ പറയുന്നു, ഇന്ന് രാത്രിയിൽ അങ്ങനെ ചോദിക്കുന്നവർ പറയുന്നു, സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് പോലെ, ദൂരം പോലെ അത്രയും അധികം വിചാരമാ എനിക്ക് നിങ്ങളെ കുറിച്ചുള്ളത്, നിന്റെ കുടുംബത്തെ കുറിച്ചുള്ളത്. ഹല്ലേലൂയ. രാത്രിയിൽ ആ കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബൈബിൾ പറയുന്നു, അവർ അവനെ ഉണർത്തി. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അവർ അവനെ ഉണർത്തി. അവരുടെ പ്രതിസന്ധിയുടെ നടുവിൽ അവർ യേശുവിനെ വിളിച്ചു. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ എന്ന് ചോദിച്ചു. അവർ പ്രാർത്ഥിച്ചു, അവർ കരഞ്ഞു. ആ നിലവിളിയുടെ നടുവിൽ യേശു കർത്താവ് ഉണർന്നു. ഇന്ന് രാത്രി ഒരു സന്ദേശം കേട്ടോണം. ആർത്തലയ്ക്കുന്ന തിരമാലകളുടെ ശബ്ദം അവനെ ഉണർത്തിയില്ല. അടിച്ചുയരുന്ന ചൂളം വിളിച്ചടിക്കുന്ന കാറ്റിന്റെ ശബ്ദം അവനെ ഉണർത്തിയില്ല. തലമുടി മുതൽ പാദം വരെ പതഞ്ഞൊഴുകിയ ഉപ്പുവെള്ളത്തിന്റെ പത അവനെ ഉണർത്തിയില്ല. പക്ഷെ തന്റെ മക്കൾ ചങ്കുപൊട്ടി അലച്ചൊരു വിളി വിളിച്ചപ്പോ നസ്രയൻ അവിടെ എഴുന്നേറ്റു. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുന്നു? കൊടുങ്കാറ്റുകളുടെ ശബ്ദം അവനെ ഉണർത്തിയില്ല, തിരമാലകളുടെ ശബ്ദം അവനെ ഉണർത്തിയില്ല, ആമീൻ, പെരുവെള്ളത്തിന്റെ ശബ്ദം അവനെ ഉണർത്തിയില്ല. ഇന്ന് രാത്രിയിൽ തന്റെ മക്കളുടെ, തന്റെ ജനത്തിന്റെ നിലവിളിയുടെ ഒച്ച ശബ്ദം കർത്താവിനെ ഉണർത്തിയെങ്കിൽ നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ദേശത്തിന് വേണ്ടി. നമുക്ക് നിലവിളിക്കാം നമ്മുടെ രാജ്യങ്ങൾക്ക് വേണ്ടി. നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം കുടുംബങ്ങൾക്ക് വേണ്ടി. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, തിമായുടെ മകനായ ബർത്തിമായുടെ നിലവിളി കേട്ട് ആ ശബ്ദത്തിന്റെ മുമ്പിൽ നിന്ന് കാഴ്ച പ്രാപിക്ക, സൗഖ്യമാക എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ആർത്തലയ്ക്കുന്ന തിരമാലകളുടെ ശബ്ദമല്ല അവന് പ്രധാനം. ചൂളം വിളിച്ചടിക്കുന്ന കാറ്റിന്റെ ഒച്ചയും അവനെ ഉണർത്തില്ല. അടിച്ചു കയറുന്ന വെള്ളവും പാദം മുതൽ ശിരസ് വരെ പതഞ്ഞൊഴുകിയ ഉപ്പുവെള്ളവും അവനെ ഉണർത്തിയില്ല. പക്ഷെ തന്റെ മക്കളുടെ കണ്ണുനീർ, ശിഷ്യന്മാരുടെ നിലവിളി അവനെ ഉണർത്തി. ബൈബിൾ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ചങ്കുപൊട്ടി ഒന്ന് വിളിക്കാവോ? മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട്, അവന്റെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഒന്ന് അലറി വിളിക്കാവോ? ഓടി വരും നിങ്ങളുടെ അരികിൽ. ഒന്ന് വിളിച്ചാൽ ഓടി എന്റെ അരികിലെത്തും, ഒന്ന് സ്തുതിച്ചാൽ അവൻ എന്റെ മനം തുറക്കും എന്നൊക്കെ ചുമ്മാ പാടിയിട്ടൊന്നും കാര്യമില്ല.
ഉള്ളത്തിൽ നിന്ന് വരണം അതൊക്കെ. ആ സ്നേഹമായ എന്റെ കർത്താവ്, ആ സ്നേഹമായ എന്റെ കർത്താവ്. ആ നിലവിളിയുടെ നടുവിൽ യേശു ഉണർന്നു, യേശു എഴുന്നേറ്റു. ബൈബിൾ പറയുന്നു, യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. കണ്ണുനീരിന്റെ മുൻപിൽ, നിലവിളിയുടെ മുൻപിൽ, കുടുംബത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കട്ടെ.